ഗുഡ് മോർണിംഗ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. വാച്ച്മാൻ, ലഗേജ് ഒക്കെ ഒന്ന് അകത്ത് വെച്ചേക്ക്. ശരി സർ, ശരി സർ. വണ്ടി പാർക്ക് ചെയ്തിട്ട് കീ തന്നെ. ഓക്കെ സർ, പാർക്ക് ചെയ്തേക്കാം. ശരി, പാപ്പോ. വാവ്, ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ ഭംഗി നേരിട്ട് കാണുമ്പോഴാ. അകത്ത് വന്ന് നോക്ക്, പിന്നെ നീ ഈ ഗസ്റ്റ് ഹൗസ് വിട്ട് പോവേ ഇല്ല. എന്താ അത്രയ്ക്ക് രസമാണ്. സുജി ഈ ഗസ്റ്റ് ഹൗസിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സുജി, വെരി നൈസ്. ഐ ലൈക്ക് ദിസ് പ്ലേസ്. വാവ്, വാവ്, ലുക്ക് അറ്റ് ദ ബീച്ച്. വണ്ടർഫുൾ. ദിസ് ഈസ് ഫാബുലസ്. സൂപ്പർ ആയിട്ടുണ്ട്. അവിടെ എന്താ നോക്കാം. ഓക്കെ, വാ. അടിപൊളി സ്ഥലം അല്ലേ? അതെ. ഒരു രക്ഷയില്ല. ഇതിന്റെ കൺസ്ട്രക്ഷൻ കലക്കി അല്ലേ? യാ. You like it? Yes, of course. ആഹാ, refreshing. Lovely. Wow. Lovely, isn't it? Yeah. പിന്നെ ഈ സ്വിമ്മിംഗ് പൂൾ കാണുമ്പോ തന്നെ മനസ്സിനകത്ത് എന്തോ ഒന്ന് ചെയ്യുന്ന പോലെ. അതെ അതെ. ഹേയ്, ബൈ ദ ബൈ, നിന്റെ ഫ്രണ്ട് സുജി ഉണ്ടല്ലോ, ഗസ്റ്റ് ഹൗസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു? വേറൊന്നും പറഞ്ഞില്ലായിരുന്നു? വേറെന്ത് പറയണമെന്നാ? യു നോ വാട്ട് ഐ മീൻ. വീടിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. ഏയ് പണിയാ, എന്തിനതൊക്കെ സീരിയസ് ആക്കുന്നത്? എന്നാ അകത്ത് പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അശോക് സാർ, നിങ്ങൾ പറഞ്ഞതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. താങ്ക്സ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണ്ട ചേട്ടാ. മദ്യം എന്തെങ്കിലും? ഞാൻ നല്ലവനെ മാറിയിട്ട് ഒരുപാട് ദിവസമായി. മേഡത്തിന് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കേ. ബൈ ദ ബൈ, ഇത് കയ്യിൽ വെച്ചോ. പിന്നെ ഇന്ന് ചേട്ടൻ ലീവ് എടുത്തോ. വീട്ടിൽ പോയി ഫാമിലിയോടൊപ്പം ഒന്ന് അടിച്ച് പൊളിക്കേ. താങ്ക് യു സോ മച്ച്. അത് പിന്നെ ഓണർ അറിഞ്ഞാൽ പ്രശ്നമാവും സാർ. അതറിഞ്ഞാലേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഐ വിൽ ടേക്ക് കെയർ. ഈ ഗസ്റ്റ് ഹൗസിൽ എത്രയോ പേർ വന്നിട്ടുണ്ട്, ടിപ്സും തന്നിട്ടുണ്ട്. എന്നാൽ ലീവ് ആരും തന്നിട്ടില്ല സാർ. മാഡം ഒരുപാട് ഭാഗ്യം ചെയ്തവളാണ്. സാറ് നിങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ തരും. Yes, I know. I'm very lucky. ശരി, അപ്പൊ കാണാം. Okay. Come. Welcome my princess. Yeah. Wow. അശോക്, എന്താ ഇത്? എന്താന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ രാത്രിയിൽ മതി. നൈറ്റോ? അത്ര സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, പ്ലീസ്. ആദ്യം രണ്ടുപേരും തമ്മിൽ സംസാരിക്കണം, ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് മാത്രം. ഇന്നലെ നമ്മൾ സംസാരിച്ചതല്ലേ? അത് ഫോണിലല്ലേ, ഞാൻ പറഞ്ഞത് നേരില്. ഹലോ, ഇതിനൊക്കെ ആരെങ്കിലും വൺസ് മോർ ചോദിക്കോ? Hey Yashi, hey listen, look at me, please da. അശോക്, ഫോണിൽ സംസാരിക്കുന്നത് നേരിട്ട് സംസാരിക്കുന്നത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ഓക്കെ, ബട്ട് യാഷി. എന്താ? ഹേയ്, രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോ അപ്പൊ ഒരുപാട് സമയം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാമല്ലോ. ആ നേരത്തെ സംസാരിക്കാൻ പറ്റുമോ? ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിനെ പോലെ ഉണ്ടാവും. എന്നെ കണ്ടിട്ട് നിനക്കൊരു പാവണെന്ന് തോന്നില്ലേ യാഷി? അറ്റ്ലീസ്റ്റ് ഞാനൊരു കിസ്സെങ്കിലും തന്നോട്ടെ യാഷി, പ്ലീസ് ഡാ. യാഷി, ഒരു കിസ്സെങ്കിലും തന്നോട്ടെടാ. ശരി. ഹേ ബേബി. ഞാൻ എന്താ ബേബിയാ? എന്തിനാ കവള് കാണിക്കുന്നേ? അശോക്, എന്താ? കിസ് വേണോ വേണ്ടയോ? വേണം. അത് ഓക്കെ. സ്റ്റാർട്ടേഴ്സ് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിക്കോളാം. മെയിൻ കോഴ്സ് ഞാൻ പിന്നെ നോക്കിക്കോളാം.